കേടലിനെ ഇപ്പോൾ 18 വർഷം കഴിഞ്ഞാൽ വെളിയിലേക്ക് വരാൻ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കേസിന്റെ തുടക്കം മുതൽ ശിക്ഷ വരെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇതിന്റെ വിധി എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് ഇത്രയും പഠിപ്പ് ഉള്ള ഒരു പയ്യൻ, മാതാപിതാക്കളും സഹോദരിയൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ളവർ, അങ്ങനെയുള്ള കുടുംബത്തിലെ ഒരു പയ്യൻ എങ്ങനെയാണ് ഇങ്ങനെ തെന്നി മാറിപ്പോയത്? ഇയാള് എങ്ങനെയാണ് അന്ധവിശ്വാസത്തിലേക്ക് പോയത്? ഇയാളുടെ കൂട്ടുകെട്ട് ആരാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇയാൾ വേറൊരു ലോകത്താണ് സഞ്ചരിച്ചിരുന്നതെന്നും അപ്പനെയും അമ്മയും കൊന്നു കഴിഞ്ഞാല് അവരെ ആത്മാവ് താൻ വിളിക്കുന്ന സമയത്ത് തന്റെ അടുത്ത് വരും എന്നാണ് അയാൾ പറയുന്നത്. ഏതായാലും കാര്യങ്ങളെല്ലാം തെറ്റി. അയാൾക്ക് നിയമം എന്താണെന്ന് ഇപ്പം മനസ്സിലായി. അയാളുടെ ഡിഫൻസ് മുഴുവൻ താനെ വേറൊരു ലോകത്ത് അങ്ങനെ അല്ലെങ്കിൽ ആണ് ജീവിക്കുന്നതെങ്കിലും അങ്ങനെയാണ് അബദ്ധത്തിൽ ഈ കൊലപാതകം ഉണ്ടായെന്നുള്ള രീതിയിലാണ് ഡിഫൻസ് എടുത്തത്. എന്തായാലും നല്ല ബുദ്ധികൂർമ്മതയുള്ള ക്രിമിനൽ മൈൻഡുള്ള ഈ പയ്യന്റെ വേലകളൊന്നും നടന്നില്ല. പോലീസിനെ താനൊരു മാനസിക രോഗിയാണ്, മാനസിക പ്രശ്നത്തിലാണ് ഇത് ഉണ്ടായെന്ന് ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതൊന്നും പോലീസിന്റെ അടുത്ത് ചെലവായില്ല. ഇയാളുടെ മോട്ടീവ് വളരെ കൃത്യമാണ്. കുറ്റം ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ബുദ്ധിശക്തി നല്ല നോർമലാണ്. ഇയാൾ കൊല്ലാനുള്ള ആയുധങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനിൽ കൂടെ വരുത്തിയതാണ്.